മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നവരെ പൈപ്പ് ലൈനിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് റിപ്പയർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ നമുക്ക് ഒരു ബ്ലേഡ് എടുത്ത ശേഷം ഇവിടെ നിന്ന് ഒരടി വിട്ട ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ ശരിക്കും ഇതിൻ്റെ പശേൻ്റെ ഇത് പോയതുകൊണ്ടാണ് എന്താണ് എളുപ്പം നമുക്കത് ഊരി കിട്ടി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഊരിയും എടുക്കുകയാണ്. ആ ഭാഗം നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാം. പിന്നെ ഭാഗം കണ്ടില്ലേ, നല്ലപോലെ പായൽ പിടിച്ചിട്ടുണ്ട്, അതും നമുക്കൊന്ന് വൃത്തിയാക്കാം. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് ആ അളവ് പിടിക്കുക എന്നുള്ളതാണ്. ആ ടീ തൊട്ട് നമ്മൾ കുറച്ച് കൂട്ടി, ഒരു ലോങ് സോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂട്ടി മുറിക്കുക. എന്നിട്ടൊരു പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാം, ചൂടാക്കാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കുറച്ച് ലോങ് സോക്കറ്റാണ് അടിക്കുന്നത്. ഒരു പൈപ്പ് എടുത്ത ശേഷം നമ്മൾ കുറച്ച് കൂടുതൽ സോക്കറ്റ് നീളത്തിൽ അടിച്ചെടുക്കുക. ഓക്കെ, ഇതേപോലെ ഒരു സൈഡ് പൈപ്പ് കയറ്റി കഴിഞ്ഞാൽ മറ്റേ സൈഡോട് കയറ്റുക. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ടൈറ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് ക്ലീൻ ആക്കിയ ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് നല്ലപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് സോൾവൻ്റ് ഇട്ട് കൊടുക്കാം. ഇതാണ് സോൾവൻ്റ്, കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് സോൾവൻ്റ്. എടുത്ത ശേഷം ഈ പൈപ്പിൽ നമ്മൾ നല്ലപോലെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കാറില്ല. സോക്കറ്റിന് നീളം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നല്ല നീളത്തിലാണ് നമ്മൾ സോക്കറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് പൈപ്പിൻ്റെ ഉള്ള ഭാഗത്തോടെ നല്ലപോലെ തേച്ച് വെക്കുക. അപ്പുറയും തേച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഉണ്ടോ ലോങ് സോക്കറ്റ് നേരെ പൈപ്പിലേക്ക് ഫുള്ള് കയറ്റുക. എന്നിട്ട് റിട്ടേൺ ആയിട്ട് നേരെ ടീയിലേക്ക് നമ്മൾ കയറ്റിയിടുക. ഉണ്ടോ, റിട്ടേൺ ടീയിലേക്ക് അങ്ങോട്ട്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ റിപ്പയറിങ് നമ്മൾ നടത്തേണ്ടത്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. സൈഡിൽ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പശയൊന്ന് തേക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.